ഹലോ ഗൈസ്, വെൽക്കം ടു ഡെൻമാസ്റ്റർ ഡെന്റൽ അക്കാഡമി ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അനാട്ടമി സബ്ജക്റ്റ് ആണ്. അനാട്ടമി സബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു സബ്ജക്റ്റിനോടൊരു ഇൻട്രസ്റ്റ് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ അത്ര മാത്രം അടിപൊളി സബ്ജക്റ്റാണ് അനാട്ടമി. നമുക്ക് അത്ര ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന, ഒന്നും അവിടെ ഇവിടെയും വിട്ടു പോകാത്ത രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് അനാട്ടമി. അനാട്ടമിയെ പഠിക്കേണ്ടത് ഒരു കഥ പോലെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മാക്സിലറി ആർട്ടറിനെ കുറിച്ചിട്ടാണ്. മാക്സിലറി ആർട്ടറി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അവസാനത്തിലേക്ക് വേണം പഠിക്കാൻ. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മളൊരു ഓറിയന്റേഷൻ ലെക്ചറാണ്. നമ്മൾ മാക്സിലറി ആർട്ടറി സെപ്പറേറ്റേ പഠിക്കുന്നുള്ളൂ. നമ്മളുടെ മാക്സിലറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെർമിനൽ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. ഈ എക്സ്റ്റേണൽ കരോട്ടിഡ് നമ്മളുടെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ടെർമിനൽ ബ്രാഞ്ച് ആണ്. അപ്പം എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്തിന്റെ ബ്രാഞ്ചാണ്? അത് കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഈ കോമൺ കരോട്ടിഡ് ആർട്ടറി എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? നമ്മളുടെ ബ്രാക്കിയോസെഫാലിക് ട്രങ്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രാക്കിയോസെഫാലിക് ട്രങ്ക് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? അയോർട്ടിക് ആർച്ചിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുപോലെ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അയോർട്ടിക് ആർച്ചിനെ കുറിച്ച് ആദ്യം പഠിക്കുക. അയോർട്ടിക് ആർച്ച് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കുക. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് അത്ര ഡീറ്റെയിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കോമൺ കരോട്ടിഡ് ആർട്ടറിയെ പഠിക്കുക. ദെൻ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ആയിട്ടും കോമൺ കരോട്ടിഡ് ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ദിസ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഡീറ്റെയിലേക്ക് പോവുക. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ടെർമിനൽ ബ്രാഞ്ചിലേക്ക് മാക്സിലറി ആർട്ടറി വരെ എത്തുന്നു. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് മാക്സിലറി ആർട്ടറി. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അനാട്ടമി സബ്ജക്റ്റിനെ ഡീൽ ചെയ്ത് പോകാനായിട്ട്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മാക്സിലറി ആർട്ടറിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. മാക്സിലറി ആർട്ടറി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ടെർമിനൽ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു ടെർമിനൽ അവസാനമായിട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണ് external carotid artery. Then it originates behind the neck of the mandible. ഈ external carotid artery ഈ maxillary artery ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആൻഡ് maxillary artery. നമ്മളുടെ external carotid artery വരുന്നു. external carotid artery താഴെ നിന്ന് നെക്കിന്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വന്ന് it divided into two branches. One is maxillary artery and the other is superficial temporal artery. ഇത് എവിടെ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബിഹൈൻഡ് ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ. മാൻഡിബിളിന്റെ നെക്കിന്റെ താഴെ വെച്ചിട്ടാണ് എന്ത് ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഒരു മാക്സിലറി ആർട്ടറി ആയിട്ടും മാക്സിലറി ആർട്ടറി ആയിട്ടും സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി ആയിട്ടും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദ ടു ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആർ മാക്സിലറി ആർട്ടറി ആൻഡ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി. അപ്പം ഈ ഒരു ലെവൽ, ആ ഒരു ലെവൽ എവിടെയാണ്? ഇറ്റ്സ് ബിഹൈൻഡ് ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ ആൻഡ് ഓൾസോ ബിഗിൻസ് അറ്റ് ദ ലെവൽ ഓഫ് അപ്പർ ബോർഡർ ഓഫ് തൈറോയിഡ് കാർട്ടിലേജ്. നമ്മളുടെ തൈറോയിഡ് കാർട്ടിലേജിന്റെ അപ്പർ ബോർഡർ അതിന്റെ ലെവലിലായിരിക്കണം. ആൻഡ് ഓൾസോ അറ്റ് ദ ലെവൽ ഓഫ് അപ്പർ ബോർഡർ ഓഫ് തൈറോയിഡ് കാർട്ടിലേജ് ബിഹൈൻഡ് ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ ഡിവൈഡഡ് ഇൻ ടു maxillary artery and superficial temporal artery. അപ്പം superficial temporal artery and maxillary artery are the terminal branches of external carotid artery. ഇത്രയും കാര്യങ്ങളാണ് ഒറിജിൻ ഓഫ് മാക്സിലറി ആർട്ടറി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. മാക്സിലറി ആർട്ടറി ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഒറിജിൻ ചോദിക്കാൻ ചാൻസ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഫസ്റ്റ് ഹെഡിങ്, ദാറ്റ് ഈസ് ഒറിജിൻ. അപ്പോൾ ഒറിജിൻ എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇൻ കേസ് ടൈം ഉണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ആ ഒരു കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ടെർമിനൽ ബ്രാഞ്ചായ മാക്സിലറി ആർട്ടറിയുടെ ഒറിജിനായി. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാക്സിലറി ആർട്ടറി. മാക്സിലറി ആർട്ടറി എങ്ങോട്ടേക്കൊക്കെ ഏതൊക്കെ സ്ട്രക്ചേഴ്സിനാണ് അത് സപ്ലൈ ചെയ്യുന്നത്? അത് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ മെയിൻലി സപ്ലൈഡ് ബൈ ദ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. മെയിൻലി നമ്മൾ ആദ്യം തന്നെ ബ്രെയിനിലേക്ക് പോവുക. ബ്രെയിനിന്റെ ഡ്യൂറാമാറ്റർ ഈസ് സപ്ലൈഡ് ബൈ മാക്സിലറി ആർട്ടറി. ദെൻ നമ്മൾ താഴേക്ക് വന്നു. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ദ ഓഡിറ്ററി ട്യൂബ് ഈസ് സപ്ലൈഡ് ബൈ ദ മാക്സിലറി ആർട്ടറി. താഴേക്ക് വന്നു, ചെവിയിലെത്തി. ദെൻ
the upper and lower jaw and the teeth. നമ്മൾക്ക് എന്തുകൊണ്ടാണ് അപ്പം നമ്മൾക്ക് ഈ maxillary artery ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. upper and lower jaws and the teeth are supplied by maxillary artery. Then the temporal and infratemporal muscles-നെ സപ്ലൈ ചെയ്യുന്നത്, infratemporal region completely സപ്ലൈ ചെയ്യുന്നത് maxillary artery ആണ്. Then nose and paranasal air sinuses are supplied by the maxillary artery. Then the palate and root of the pharynx. ഇത്രയും സ്ട്രക്ചേഴ്സിനെയാണ് നമുക്ക് maxillary artery സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മേളിൽ നിന്ന് ആദ്യം ഡ്യൂറാമാറ്റർ, then താഴെ external ear, middle ear and the auditory tube. Then നമ്മളുടെ jaw, upper and lower jaws and the teeth. Then the muscles of the temporal and infratemporal regions. Then the nose and paranasal air sinuses. Then palate and root of the pharynx. മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ ഓർത്തിരിക്കുക. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു maxillary artery സപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോഴ്സ് ആൻഡ് റിലേഷൻസ്. ഈ maxillary artery ഈ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന, അതായത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി maxillary artery ആയിട്ടും സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി ആയിട്ടും ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ഈ maxillary artery ഏതിലെയൊക്കെയാണ് പോകുന്നത്, അതിൻ്റെ കോഴ്സ്, അതിൻ്റെ റിലേഷൻസ്, ആ പോകുന്ന വഴിയിൽ അത് എന്തൊക്കെയായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. കോഴ്സ് ആൻഡ് റിലേഷൻസ് ഓഫ് maxillary artery. നമ്മളുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പർപ്പസിന് വേണ്ടി നമ്മൾ maxillary arteryനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്സ്, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. അങ്ങനെ 3 പാർട്ടുകളായിട്ട് നമ്മൾ maxillary arteryനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. This is the external carotid artery, this is the superficial temporal artery and this is the maxillary artery. Maxillary artery 3 parts. First part is also known as the mandibular part. Second part is known as pterygoid part. Third part is the pterygopalatine part. Okay, എന്തുകൊണ്ടൊക്കെയാണ് ഈ പാർട്ടുകൾക്ക് ഈ ഒരു പേര് വരാൻ കാരണം? മാൻഡിബുലാർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിവൈഡ്സ് ദ maxillary artery ആയിട്ടും സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആർട്ടറി ആയിട്ട് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നത് ബിഹൈൻഡ് ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ. മാൻഡിബിളിന്റെ ബിഹൈൻഡിലാണ്. അപ്പം ഈ ഒരു റീജിയനിലാണ് നമ്മളുടെ മാൻഡിബിളിന്റെ നെക്ക് വരുന്നത്. ഓക്കെ, നെക്ക് ഓഫ് ദ മാൻഡിബിൾ. ഇവിടെ നിന്ന് ഇങ്ങനെ മാൻഡിബിൾ താഴേക്ക് വന്ന് മാൻഡിബിൾ താഴേക്ക് ഇങ്ങനെ പോകുന്നു. ദിസ് ഇസ് ദ മാൻഡിബിൾ. അപ്പം മാൻഡിബിളിന്റെ തൊട്ടടുത്ത് ആണ് എന്തുള്ളത്? ഫസ്റ്റ് പാർട്ട്. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് നോൺ ആസ് മാൻഡിബുലാർ പാർട്ട്. സെക്കൻഡ് പാർട്ട് ഈസ് ദ ടെറിഗോയിഡ് പാർട്ട്. അത് ലാറ്ററൽ ടെറിഗോയിഡ് മസിലിനെ സൂപ്പർഫിഷ്യലി ആണ്. ലാറ്ററൽ ടെറിഗോയിഡ് മസിലിന്റെ സൂപ്പർഫിഷ്യലി ആണ് സെക്കൻഡ് പാർട്ട് പോകുന്നത്. അതുകൊണ്ട് ടെറിഗോയിഡ് പാർട്ട്. ദെൻ ടെറിഗോപാലറ്റൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ടെറിഗോപാലറ്റൈൻ ഫോസയിലേക്കാണ് തേർഡ് പാർട്ട് പോകുന്നത്. അതുകൊണ്ട് ദ തേർഡ് പാർട്ട് ഈസ് നോൺ ആസ് ടെറിഗോപാലറ്റൈൻ പാർട്ട്. ഇനി നമുക്ക് അതിന്റെ കോഴ്സ് എങ്ങനെയാണ് അത് പോകുന്നതെന്ന് നോക്കാം. ഈ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് നമ്മുടെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നത് ബിഹൈൻഡ് ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ. മാൻഡിബിളിന്റെ നെക്കിന്റെ അവിടെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇറ്റ് പാസസ് ബിറ്റ്വീൻ ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ ആൻഡ് ദ സ്പീനോ മാൻഡിബുലാർ ലിഗമെന്റ്. മാൻഡിബിളിന്റെ ഉള്ളിലുള്ള ഒരു ലിഗമെന്റ് ആണ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കും. സ്പീനോ മാൻഡിബുലാർ ലിഗമെന്റിന്റെയും നെക്ക് ഓഫ് ദ മാൻഡിബിളിന്റെയും ഇടയിൽ കൂടി ആണ് എങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ടാണ് ഫസ്റ്റ് പാർട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നേരെ ഹൊറിസോണ്ടലി ആണ് ബിറ്റ്വീൻ ദ നെക്ക് ഓഫ് ദ മാൻഡിബിൾ ആൻഡ് ദ സ്പീനോ മാൻഡിബുലാർ ലിഗമെന്റ്. എവിടെ? ആൻഡ് ഓൾസോ ബിലോ ദ ഓറിക്കുലോ ടെമ്പോറൽ നെർവ്. ഓറിക്കുലോ ടെമ്പോറൽ നെർവിന്റെ താഴെയായിട്ടാണ് ഇത് പോകുന്നത്. അതായത് ഓറിക്കുലോ ടെമ്പോറൽ നെർവ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഓറിക്കുലോ ടെമ്പോറൽ നെർവ് ഉണ്ട്. ഓറിക്കുലോ ടെമ്പോറൽ നെർവിന്റെ താഴേക്കൂടെ ഏതിലെ നമ്മുടെ മാൻഡിബിളിന്റെ നെക്കിന്റെയും സ്പീനോ മാൻഡിബുലാർ ലിഗമെന്റിന്റെയും ഇടയിൽ കൂടെ ഹൊറിസോണ്ടലി ആയിട്ടാണ് ഫസ്റ്റ് പാർട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യാറാവുമ്പോഴത്തേക്കും ഇറ്റ് passes through the lower border of the lateral pterygoid muscle. ആ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡ് ആവുമ്പോഴത്തേക്കും ഇറ്റ് പാസസ് ത്രൂ ദ ലോവർ ബോർഡർ ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റൺസ്
superiorly and forwardly and superiorly, superficial through the lateral pterygoid muscle. ലാറ്ററൽ ടെറിഗോയിഡ് മസിലിന്റെ സൂപ്പർഫിഷ്യലി ആണ് എന്ത് പോകുന്നത്, ഏത് പാർട്ട്, ലാറ്ററൽ ടെറിഗോയിഡ് മസിലിന് രണ്ട് ഹെഡ് ഉണ്ട്, അപ്പർ ഹെഡും ഉണ്ട് ലോവർ ഹെഡും ഉണ്ട്. ഈ ലോവർ ഹെഡിന്റെ സൂപ്പർഫിഷ്യലി ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് പോകുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് ഫോർവേഡ്ലി ആൻഡ് സുപ്പീരിയർലി ആണ് പോകുന്നത്, നോട്ട് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലി ആണ് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് സുപ്പീരിയർലി ആൻഡ് ഫോർവേഡ്ലി പോയിട്ട് സൂപ്പർഫിഷ്യൽ ടു ദ ലോവർ ഹെഡ് ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ. ഓക്കെ, ലാറ്ററൽ ടെറിഗോയിഡ് മസിലിന്റെ സൂപ്പർഫിഷ്യലി വന്നതിന് ശേഷം സെക്കൻഡ് പാർട്ട് തീരുന്നു, തേർഡ് പാർട്ടിലേക്ക് വരുന്നു. തേർഡ് പാർട്ട് പാസസ് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ഹെഡ് ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ. ലാറ്ററൽ ടെറിഗോയിഡ് മസിലിന്റെ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ അപ്പർ ഹെഡിന്റെയും ലോവർ ഹെഡിന്റെയും ഇടയിൽ കൂടെയാണ് തേർഡ് പാർട്ട് പോകുന്നത്. തേർഡ് പാർട്ട് enters to the ടെറിഗോപാലറ്റൈൻ ഫോസ. ടെറിഗോപാലറ്റൈൻ ഫോസയിലേക്കാണ് നമ്മളുടെ തേർഡ് പാർട്ട് പോകുന്നത് ത്രൂ ദ ടെറിഗോമാക്സിലറി ഫിഷർ. ടെറിഗോമാക്സിലറി ഫിഷറിൽ കൂടി ടെറിഗോപാലറ്റൈൻ ഫോസയിലേക്കാണ് നമ്മളുടെ തേർഡ് പാർട്ട് പോകുന്നത്. ഇത്രയുമാണ് കോഴ്സ് ആൻഡ് റിലേഷൻസ് ഓഫ് ദ മാൻഡിബുലാർ മാക്സിലറി ആർട്ടറി നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മാൻഡിബുലാർ പാർട്ട്, സെക്കൻഡ് പാർട്ട് ടെറിഗോയിഡ് പാർട്ട്, ടെറിഗോപാലറ്റൈൻ പാർട്ട്. ഫസ്റ്റ് പാർട്ട് നെക്ക് ഓഫ് ദ മാൻഡിബിളിന്റെ അടുത്ത് ഡിവൈഡ് ചെയ്ത് ഹൊറിസോണ്ടലി വരുന്നു. ഇതിലെയൊക്കെ നെക്ക് ഓഫ് ദ മാൻഡിബിളിന്റെയും സ്പീനോ മാൻഡിബുലാർ ലിഗമെന്റിന്റെ ഇടയിൽ കൂടെ ഹൊറിസോണ്ടലി ആയിട്ട് വരുന്നു ബിലോ ദ ഓറിക്കുലോ ടെമ്പോറൽ നെർവ്. അതോടെ ഫസ്റ്റ് പാർട്ട് തീരാറാവുമ്പോഴത്തേക്കും ഇറ്റ് പാസസ് ത്രൂ ദ ലോവർ ബോർഡർ ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ. സെക്കൻഡ് പാർട്ട് സൂപ്പർഫിഷ്യൽ ടു ദ ലോവർ ഹെഡ് ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ. എങ്ങനെയാണ്? സുപ്പീരിയർലി ആൻഡ് ഫോർവേഡ് ആയിട്ടാണ് പോകുന്നത്. അത് നമ്മളുടെ തേർഡ് പാർട്ടിലേക്ക് കിടക്കുന്നു. തേർഡ് പാർട്ട് പാസസ് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ഹെഡ് ഓഫ് ദ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ടു ദ ടെറിഗോപാലറ്റൈൻ ഫോസ ത്രൂ ദ ടെറിഗോമാക്സിലറി ഫിഷർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സ് ആൻഡ് റിലേഷൻസ് ഓഫ് മാക്സിലറി ആർട്ടറിയിൽ അറിയേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ഈ ഓരോ പാർട്ടിൽ നിന്നും നമുക്ക് കുറച്ച് ബ്രാഞ്ചസ് ഓഫ് ആർട്ടറീസ് ഉണ്ടാകുന്നുണ്ട്. കുറെ ബ്രാഞ്ചസ് ആയിട്ട് ഈ ഓരോ പാർട്ടുകൾ ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ പാർട്ടുകളിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറി നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. നമുക്ക് 3 പാർട്ടാണുള്ളത്, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. ഈ 3 പാർട്ടിനും നമ്മൾ ഓരോ നിമോണിക് വെച്ചിട്ടാണ് നമ്മളത് ഓർത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ ഡമായി, സെക്കൻഡ് പാർട്ടിന്റെ MDK-BP, തേർഡ് പാർട്ടിന്റെ പിക് പാസ്. ഇങ്ങനെ 3 നിമോണിക് വെച്ച് ഓർത്തെഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളുടെ ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറി. ഫസ്റ്റ് പാർട്ടിന്റെ നിമോണിക് the damai, the first letter D means the deep auricular, A means the anterior tympanic, M means the middle meningeal, A means the accessory meningeal, I means the inferior alveolar artery. First part the mnemonic damai, D means the deep auricular, A means the anterior tympanic, M means the middle meningeal, A means the accessory meningeal, I means the inferior alveolar artery. This is the order damai. The second part in the branches MDK-BP. M means the masseteric, D means the deep temporal, B means the buccal and P means the pterygoid. അങ്ങനെ 4 branches ആണ് സെക്കൻഡ് പാർട്ടിനുള്ളത്. MDK-BP. M means the masseteric, D means the deep temporal, B means the buccal and P means the pterygoid. The third part in the mnemonic ആണ് pick pass. P means the posterior superior alveolar artery, I means the infraorbital artery, G means the greater palatine artery, then next P means the pharyngeal artery, A means the artery of pterygoid canal and S means the sphenopalatine artery. അപ്പം pick pass, P means the posterior superior alveolar artery, I means the inferior alveolar artery, G means the greater palatine artery, P means the pharyngeal artery, anterior artery of pterygoid canal and the sphenopalatine artery. These are the branches of maxillary artery. Simple ആയിട്ട് ഓർത്തിരിക്കാം. ഫസ്റ്റ് പാർട്ടിന്റെ ഡമായി, സെക്കൻഡ് പാർട്ടിന്റെ MDK-BP, തേർഡ് പാർട്ടിന്റെ പിക് പാസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ
ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറി ഓർത്തിരിക്കാൻ. അടുത്തതായിട്ട് നമ്മൾ മാക്സിലറി ആർട്ടറിനെ കുറിച്ച് നോക്കേണ്ടത് അതിൻ്റെ അപ്ലൈഡ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നാണ്. നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. മെയിൻലി ഫസ്റ്റ് വൺ, നമ്മൾ മെയിൻലി ഒരു 4 പോയിന്റ് എങ്കിലും അറിഞ്ഞിരിക്കുക. നമുക്കൊരു മാക്സിമം ഒരു 2 മാർക്ക് വരെ ചോദിക്കാം ഈ അപ്ലൈഡ് ആസ്പെക്ട്. ചിലപ്പോൾ 3 മാർക്കിന്റെ ഒരു ഷോർട്ട് നോട്ടായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ നമ്മളൊരു മാക്സിമം ഒരു 4 പോയിന്റ് ഇപ്പം എന്ത് പഠിച്ചാലും അതിനെ കുറിച്ച് ഒരു 3-4 പോയിന്റ് അപ്ലൈഡ് ആസ്പെക്ട്സ് കൂടി നോക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഒരു മാക്സിലറി ആർട്ടറിക്ക് മെയിൻലി ഫസ്റ്റത്തെ ഒരു അപ്ലൈഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തേർഡ് പാർട്ട് ഓഫ് മാക്സിലറി ആർട്ടറി ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ മാക്സിലറി ഫ്രാക്ചർ. മാക്സിലറി ബോണിന് ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി മാക്സിലറി ബോണിന് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലീഡ് ചെയ്യും. അപ്പോൾ ആ ഫ്രാക്ചർ ആവുമ്പം കൂടുതൽ ചാൻസസ് ഓഫ് നമ്മുടെ ആർട്ടറി പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഫ്രാക്ചർ ആയി കഴിയുമ്പോൾ. മാക്സിലറി ഫ്രാക്ചർ വരുന്ന സമയത്ത് കോമൺലി പൊട്ടുന്ന ആർട്ടറികളെല്ലാം തേർഡ് പാർട്ട് ഓഫ് മാക്സിലറി ആർട്ടറി ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇൻഫീരിയർ ആൽവിയോളാർ ആർട്ടറി. നമ്മുടെ മാൻഡിബുലാർ കനാലിൽ കൂടെ പോകുന്ന ഇൻഫീരിയർ ആൽവിയോളാർ നെർവിന്റെ കൂടെ നമ്മളുടെ ടൂത്തിന് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഇൻഫീരിയർ ആൽവിയോളാർ നെർവ്. അപ്പോൾ ഈ ഇൻഫീരിയർ ആൽവിയോളാർ നെർവിന്റെ കൂടെ പോകുന്ന ഒരു ആർട്ടറിയാണ് ഇൻഫീരിയർ ആൽവിയോളാർ ആർട്ടറി. അതുകൊണ്ട് തന്നെ മാൻഡിബിളിന് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ പറ്റി, മാൻഡിബിൾ 2 പീസായി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി മാൻഡിബിൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചാൻസ് ഉണ്ട്? ഇൻഫീരിയർ ആൽവിയോളാർ ആർട്ടറി റപ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. എന്തിന്റെ കേസിൽ? മാൻഡിബുലാർ ഫ്രാക്ചർ വരുന്ന കേസിൽ. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, നമ്മളുടെ ഹെഡ് ഇഞ്ചുറി മെയിൻലി പരൈറ്റൽ ബോണിന്റെ ആൻഡ്രോ ഇൻഫീരിയർ പാർട്ടിലാണ് ഈ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി കാണുന്നത്. അതായത് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി നമ്മളുടെ ഡ്യൂറാമാറ്ററിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ്. അപ്പൊ ഈ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി, അതായത് നമ്മുടെ സ്കൾ ഫ്രാക്ചർ വന്നു കഴിയുമ്പോൾ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഫ്രാക്ചർ ആവുന്ന വഴി എന്തുണ്ടാകും? എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് തേർഡ് പോയിന്റ്. ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് സ്പീനോപാലറ്റൈൻ ആർട്ടറി. സ്പീനോപാലറ്റൈൻ ആർട്ടറി ഈസ് ഓൾസോ നോൺ ആസ് ദ ആർട്ടറി ഓഫ് എപ്പിസ്റ്റാക്സിസ്. എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക. അപ്പൊ ആർട്ടറി ഓഫ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് സ്പീനോപാലറ്റൈൻ ആർട്ടറിയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് അപ്ലൈഡ് ആസ്പെക്ട്സിൽ നിന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ അനാറ്റമി പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ മാക്സിലറി ആർട്ടറി എന്നാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്ത നമ്മളുടെ അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, മാക്സിലറി ആർട്ടറിയുടെ ഒറിജിൻ എവിടെ നിന്നാണ്, അത് എങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്, വാട്ട് ആർ ദ ഡിസ്ട്രിബ്യൂഷൻസ്, കോഴ്സ് ആൻഡ് റിലേഷൻസ്, എതിലെയാണ് പോകുന്നത്, എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അതിന്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്. ബ്രാഞ്ചസ് സിമ്പിൾ ആയിട്ട് ന്യൂമോണിക് ഇട്ട് ഓർത്തിരിക്കുക. ലാസ്റ്റ് നമ്മൾ അപ്ലൈഡ് ആസ്പെക്ട്സ്. ഇങ്ങനെ വേണം നമ്മൾ അനാറ്റമി പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് മാക്സിലറി ആർട്ടറിന്ന് പഠിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ടത്. സിംപ്ലിഫൈഡ് ആയിട്ട് മാക്സിമം കൺസൈസ് ഫോമിൽ നമുക്ക് ആവശ്യമുള്ള മെയിൻ അതിൻ്റെ കോർ പാർട്ടുകൾ മാത്രം ഇൻജസ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക. അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വാരി വലിച്ച് അനാട്ടമി പഠിക്കാൻ നിന്നാൽ തീരില്ല. അത് ലോകത്തെ ഏറ്റവും വലിയ അനാട്ടമി പ്രൊഫസറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അയാൾ അനാട്ടമി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ എക്സാം പാസ്സാവാനാണ്. എക്സാം പാസ്സാവാനല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മളുടെ ബേസിക് എയിം നമ്മുടെ എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സകല ഹെൽപ്പുകളുമാണ് ഞങ്ങളുടെ ഈ ഒരു ഡെൻമാസ്റ്റർ ഡെന്റൽ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക. എല്ലാവരും ഈ ഫെയിലാവുന്ന കുട്ടികൾ കൂടുതലും ഫെയിലാവുന്നതിന് കാരണം എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഞാൻ ഇതുവരെ പഠിച്ചു വന്ന രീതിയിൽ തന്നെ പഠിച്ചാൽ മതിയോ, അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നല്ലൊരു ശതമാനം കുട്ടികളും ഫെയിലാവുന്നത്. അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുകയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ 1.5 വർഷമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക, സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ആക്കി പഠിക്കുക. ഇൻട്രസ്റ്റ് അതിന് ഇല്ല എന്നുണ്ടെങ്കിലും അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും വളരെ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് അക്കാഡമിയുടെ ലെക്ചേഴ്സ് ഫോളോ ചെയ്യുക. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.